നമസ്കാരം. കോർപ്പറേറ്റ് ലോകത്തെ മനുഷ്യത്വത്തിന്റെ മുഖമാണ് ടാറ്റ. വളർത്തുനായയും പരിചാരകരും വീട്ടുജോലിക്കാരും പോലും ടാറ്റയുടെ വിൽപ്പത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരാളാണ് രത്തൻ ടാറ്റ എന്നത്. രത്തൻ ടാറ്റയുടെ 10,000 കോടി രൂപയുടെ വിൽപ്പത്രത്തിൽ പേരുള്ള ഒരു വ്യക്തിയാണ് രാജൻ ഷാ. ടാറ്റയുമായി ബന്ധമൊന്നുമില്ലാത്ത ഇദ്ദേഹത്തെ പോലും വിൽപ്പത്രത്തിന്റെ ഭാഗമാക്കിയത് വലിയ ചർച്ചയായിരുന്നു. ടാറ്റയുടെ സ്വകാര്യ സമ്പത്തിൽ ഒരു ഭാഗം അദ്ദേഹത്തിന്റെ സഹോദരൻ ജിമ്മി ടേറ്റ, അർദ്ധ സഹോദരിമാരായ ഷിറിൻ, ഡിന, ജിജി ബോയ് എന്നിവരുൾപ്പെടെയുള്ള അടുത്ത കുടുംബാംഗങ്ങളുമായി പങ്കിടുന്നുണ്ട്. എന്നാൽ ഒരു ഭാഗം ബന്ധുക്കൾക്കല്ല. പ്രിയപ്പെട്ട വളർത്തുനായ ടിറ്റോയ്ക്കായും വിൽപ്പത്രത്തിൽ സമ്പത്തിന്റെ ഒരു ഭാഗം നീക്കിവച്ചിരിക്കുകയാണ്. നായയെ നോക്കുന്നതിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദീർഘകാലമായി ടാറ്റയുടെ ഒപ്പമുള്ള പാചകക്കാരനാണ് രാജൻ ഷാ, ടാറ്റയുടെ വിശ്വസ്തരിൽ പ്രധാനി. ഇദ്ദേഹമാകും ടിറ്റോയെ ജീവിതകാലം മുഴുവൻ പരിപാലിക്കാൻ പോകുന്നത്. ഇതാണ് രാജൻ ഷായെയും ടാറ്റയുടെ വിൽപ്പത്രത്തിന്റെ ഭാഗമാക്കി അദ്ദേഹം പ്രത്യേക സാമ്പത്തിക സുരക്ഷ ഏർപ്പെടുത്താൻ കാരണമായി മാറിയത്. രത്തൻ ടാറ്റയുടെ ഭക്ഷണ രീതികളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പാഴ്സി വിഭവങ്ങൾ ഉൾപ്പെട്ടതാണ് മെന്യു. മസൂർ ദാല, മട്ടൻ പുലാവ ദാൽ, അതുപോലെ തന്നെ പരമ്പരാഗത കസ്റ്റേർഡുകൾ, സുഷി, ദോശ, പാവ്, ഭാജി, വറുത്ത മത്സ്യം തുടങ്ങിയ പാഴ്സി വിഭവങ്ങൾ എല്ലാം മെനുവിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ ഭക്ഷണ വിഭവങ്ങളെല്ലാം ഏതാണ്ട് 3 പതിറ്റാണ്ടിലേറെയായി രാജൻ ഷായാണ് ടാറ്റയ്ക്ക് പാചകം ചെയ്ത് കൊടുത്തിരുന്നത്. ടാറ്റയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാചകക്കാരൻ. രത്തൻ ടാറ്റ തൻ്റെ രാജ്യാന്തര യാത്രകളിൽ രാജൻ ഷായ്ക്കും കാര്യസ്ഥനായ സുബയ്യയ്ക്കും ഒക്കെ ഡിസൈനർ വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നു. ഇവരെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കണ്ടാണ് ടാറ്റ സ്നേഹിച്ചത്. രത്തൻ ടാറ്റയുടെ കൊളാബിയയിലെ വസതിയിലും താജ് വെല്ലിംഗ്ടൺ മ്യൂസ് അപ്പാർട്ട്മെന്റിലും സൂക്ഷിച്ചിരിക്കുന്ന 20 മുതൽ 30 ഹൈ എൻഡ് വാഹനങ്ങൾ ഉൾപ്പെടുന്ന ആഡംബര കാർ ശേഖരണത്തിനായുള്ള പദ്ധതികളും രത്തൻ ടാറ്റ അവതരിപ്പിക്കുന്നതായിരിക്കും. ഈ ഐക്കണിക് കാറുകൾ പൂനെയിലെ ഭാവി മ്യൂസിയത്തിനായി ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുക്കുകയോ ലേലം ചെയ്യുകയോ ചെയ്തേക്കാം. 10,000 കോടിയിലധികം വരുന്ന വ്യക്തിഗത സമ്പത്താണ് ടാറ്റയ്ക്കായി ഉള്ളത്. എന്നാൽ ഇതിൽ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തന്നെയാണ് ചെലവഴിക്കുക. അദ്ദേഹത്തിന്റെ ആസ്തിയുടെ പ്രധാന ഭാഗം രത്തൻ ടാറ്റ എൻഡോവ്മെന്റ് ഫൗണ്ടേഷനിലേക്ക്, അതായത് RTF പോകുന്നതായിരിക്കും. ടാറ്റ സൺസിന്റെ നിലവിലെ ചെയർമാൻ N ചന്ദ്രശേഖരനാണ് ഈ ഫൗണ്ടേഷന് കീഴിലെ വിവിധ ചാരിറ്റി പ്രോജക്റ്റുകളിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.